കംബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു വരണം. കാരണം അമ്മാതിരി ഒരു കിഡിലെ മൂവിയാണ് വിജയ് സേതുപതിയുടെ മഹാരാജ. ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ ടിക്കറ്റ് എടുത്ത ഒരു മൂവിയാണ്. ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് വിജയ് സേതുപതിയുടെ 50ാമത്തെ മൂവിയാണ്. സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മാൻ കിഡിലോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ബെസ്റ്റ് ഇന്ത്യൻ അല്ലെങ്കിൽ ബെസ്റ്റ് തമിഴ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ, ആ ഒരു മൂവിയുടെ എൻറ്റയർ സീൻസിന്റെ എക്സിക്യൂഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, എഡിറ്റിംഗ് എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെന്റും വൺ ഓഫ് ദ പൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സിനിമയുടെ ഔട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. അത്ര കിഡിലായിട്ടാണ് ഈ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റിവെഞ്ച് സ്റ്റോറിയാണ്. പക്ഷെ എന്നാലും ഈ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ എൻറ്റയർ എക്സിക്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു നോൺ ലീനിയർ ടെക്നിക്ക് വെച്ചിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ എൻറ്റയർ മൂവി അത്രമാത്രം എൻഗേജിംഗ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. കാരണം ആ ഒരു നോൺ ലീനിയർ ടെക്നിക്കിൽ അത്ര നൈസായിട്ട് അത്ര കിഡിലായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തുടങ്ങണമെങ്കിൽ ഇത്ര ഇമ്പാക്ട് ഈ ഒരു മൂവിക്ക് ഉണ്ടാവില്ല. കാരണം ലീനിയർ ആയിട്ട് എല്ലാം സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നെങ്കിൽ ചിലപ്പോൾ ഒരു നോർമൽ ബേസിക് റിവെഞ്ച് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നോൺ ലീനിയർ ടെക്നിക്ക് യൂസ് ചെയ്തപ്പോൾ ഈ ഒരു മൂവിയുടെ ലെവൽ തന്നെ മാറിപ്പോയി. അമ്മാതിരി കിഡിലും പടമാണ്. വിജയ് സേതുപതി ഡിസേർവ്സ് ദാറ്റ്. കാരണം കഴിഞ്ഞ മൂപ്പരുടെ എല്ലാ പടവും പൊട്ടിയതാണോ അല്ലെങ്കിൽ ആവറേജ് ആണ് അങ്ങനത്തെ ഒരു ലെവലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു കംബാക്ക് അല്ലെങ്കിൽ മൂപ്പരുടെ 50ാമത്തെ മൂവി എന്നൊക്കെ പറയുമ്പോൾ ഈ ലെവൽ ഐറ്റൊക്കെ ഇല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു സാധാരണ ബാർബർ, പുള്ളിക്കാരന്റെ കുപ്പത്തൊട്ടി കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. കുപ്പത്തൊട്ടി എന്ന് പറയുന്നത് ഡസ്റ്റ്ബിൻ ആണ്. സോ പിന്നീട് എന്താണ് നടക്കുന്നതാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. വേറെ ലെവലായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കുപ്പത്തൊട്ടി കാണാനില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോകും. പിന്നീട് നമ്മൾ അവിടെ നിന്ന് കാണുന്നത് ആ സിനിമയുടെ എൻഡ് വരെ ഉള്ള ഓരോ കാര്യങ്ങളും സീൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ ഒരു സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിച്ചത് ഇതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. എനിക്ക് തോന്നുന്നു 6 വർഷം എടുത്ത് 40 ഡ്രാഫ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് ഈ സ്ക്രീൻ പ്ലേയിൽ വന്ന് ഫൈനലായിരിക്കുന്നത്. അത് നമുക്ക് ഈ സിനിമയെ കാണാൻ തന്നെ പറ്റുന്നുണ്ട്. കാരണം അമ്മാതിരി ലെവലായിട്ട് ഒരു സീക്വൻസ് പോലും നമുക്ക് അനാവശ്യമായി തോന്നിയെന്നോ അല്ലെങ്കിൽ ലാഗ് അടിപ്പിക്കുന്നോ അല്ലെങ്കിൽ ഇതിവിടെ വേണ്ടായിരുന്നോ അതൊന്നും തോന്നിയിട്ടില്ല. അങ്ങനത്തെ രീതിയിലാണ് ഓരോ സീക്വൻസും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ എൻ്റെ ഒരു സിനിമ തന്നെ കൈവിട്ടു പോകും. സോ അങ്ങനത്തെ ലെവലിലാണ് ആ ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. ഈ നോൺ ലീനിയർ ടെക്നിക്കാണ് ഈ മൂവിക്ക് യൂസ് ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു പക്ക ത്രില്ലർ മാസ് മസാല മൂവിയൊന്നും അല്ല. ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈനും പ്രസന്റേഷനും ഒക്കെയാണ് ഈ മൂവിക്ക് വരുന്നത്. ആക്ഷൻ സീക്വൻസിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിലും 2-3 ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ളൂ. പക്ഷെ ആ 2-3 ആക്ഷൻ സീക്വൻസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ക റോ എന്നൊക്കെ പറഞ്ഞാൽ ഇന്റർവൽ ബ്ലോക്കിൽ ഒരു ആക്ഷൻ സീക്വൻസ് വരുന്നുണ്ട്, ഒരു ഫൈറ്റ് സീൻ. മാൻ അതിന്റെ ഒരു സീൻ എന്ന് പറയുന്നത് ആ ഒരു എൻറ്റയർ മൂവിയുടെ ലെവൽ തന്നെ ഇങ്ങനെ വേറെ രീതിക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അത്ര റോ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി റോ ആണ്. അതുപോലെ തന്നെ ഒരു ക്ലൈമാക്സ് പോർഷനിൽ വരുമ്പോഴും ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ കുറവാണെങ്കിലും ആ ഒരു ഫൈറ്റ് സീക്വൻസിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആ ഒരു എൻറ്റയർ മൂവിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന പോർഷനൊക്കെ അടിപൊളിയാണ്. അതിന്റെ പ്രസന്റേഷനും കിഡിലുമാണ്. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ പെർഫോമൻസ് ആണ്. വിജയ് സേതുപതി മാൻ ഈ വാസ് കിഡിലം, ഒന്നും പറയാനില്ല. ആ ഒരു ക്യാരക്ടറിനെ മൂപ്പര് അടിപൊളിയായിട്ട്, അതായത് ഒരു സാധാരണ ബാർബർ എങ്ങനെയാണോ ആ രീതിക്കാണ് മൂപ്പര് കിഡിലായിട്ട് ആ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യുന്നത്. അനുരാഗ് കശ്യപ് ആയാലും പുള്ളിക്കാരൻ്റെ ചില സീക്വൻസിൽ ഈ ഡബ്ബിങ്ങിൽ, അതായത് നമ്മൾ ഈ ക്ലോസപ്പ് വരുന്ന കുറച്ച് ഷോർട്സ് ഉണ്ട്, അവിടെ ഡബ്ബിങ് ചെറിയ രീതിക്ക് അതായത് ലിപ്സിങ്ക് ചെറുതായിട്ട് കണക്ട് ആവാത്ത രീതിയിൽ തോന്നും. പക്ഷേ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയാലും പുള്ളിക്കാരൻ്റെ ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഒരു കിഡിലെ മൂവി ആയിരുന്നു, ഒരു കിഡിലും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തമിഴിലിപ്പം അധികമൊന്നും ഒരു നല്ലൊരു കിഡിലെ മൂവി കണ്ടിട്ടില്ല. പക്ഷേ റീസെന്റ് കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ഈ വർഷം ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അമ്മാതിരി ലെവൽ മൂവിയാണ്. ആൻഡ് ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്. ഒരു ഫ്ലോയിൽ സിനിമ ഇങ്ങനെ ത്രില്ലർപ്പിച്ച് നല്ല എൻഗേജിംഗ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ കുറച്ച് സീക്വൻസ് വരുന്നുണ്ട്. ആ ഒരു സീക്വൻസ് ഒക്കെ എൻ്റെ തിയേറ്റർ വാസ് ഭയങ്കര ക്ലാപ്പടിയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കാം, ആ ഒരു സീക്വൻസിന്റെ പ്രസന്റേഷനും അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നതും അതിന്റെ എക്സിക്യൂഷനൊക്കെ പൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണ് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടാണ് ആ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ചിലപ്പോൾ ആ ഒരു ക്ലൈമാക്സ് പോർഷൻസിലോ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ വരും. പക്ഷെ അതിനെ പോലും വളരെ നൈസായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ട് ചില സീക്വൻസ് തോന്നിയാലും അതുവരെയുള്ള ഒരു എൻഗേജിംഗ് ഫീൽ ഒട്ടും നഷ്ടപ്പെടാതെ എൻറ്റയർ മൂവിയിൽ ആ ഒരു ലെവൽ പിടിച്ച് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ആ ഒരു സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഒരു കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എന്തായാലും എല്ലാവരും സിനിമ പോയി കണ്ടു നോക്കണം. തിയേറ്ററിൽ തന്നെ കാണണം. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.